വീണ്ടും ഇതേ ഒരു സിനിമ കാണാൻ തന്നെയായിട്ട് പോണത്, പടക്കളം സിനിമ കാണാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ലിങ്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാം കേട്ടോ. കാരണം എല്ലാ ലിങ്കും നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ് ഞാൻ കൊടുക്കാം. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ഹാൻഡ് ബാഗ് ആണ് കേട്ടോ ഇത്. ഹീൽസ് ബൈ മേനക എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബാഗായിരുന്നു. ഞാൻ ജസ്റ്റ് ഫോണും ഒക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ. അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ ഗരുഡ മാളിലേക്കാട്ടോ പോണത്, പട്ടാമ്പി ഉള്ളത്. അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ഏകദേശം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്ക് കിട്ടിയപ്പോൾ അപ്പോൾ ജിത്തുട്ടേട്ടനും പാറും സുജിലും വിഷ്ണുവേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വേഗം ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അതേ പിന്നെ കയറി ഏകദേശം പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അടിപൊളി പടാട്ടോ. ചിരിച്ചൊരു വഴിയാവും. നമ്മൾ തുടക്കം തൊട്ടേ അവസാനം വരെ ചിരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നിടുന്നത്. തേജു ഇങ്ങനെ ഇത്രയും നമ്മൾ സിനിമ കണ്ടിട്ട് തേജു ഇത്ര ആസ്വദിച്ച് ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അവനും അതെ നന്നായി എൻജോയ് ചെയ്തിരുന്നിട്ട് പടം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ കറങ്ങി കാണിക്കണത് എപ്പോഴും കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഒന്ന് നമ്മുടെ ജിത്തുട്ടേട്ടൻ്റെ വക ചെറിയൊരു ചിലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതേ ജിത്തുട്ടേട്ടൻ ആ ചിലവ് അങ്ങോട്ട് തരികയാണേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ ഏതൊരു ഹോട്ടലിൽ പട്ടാമ്പിയുള്ള ഏതൊരു ഹോട്ടലാട്ടോ കയറിയത്. എല്ലാവരും കൂടി കയറിയോണ്ട് തന്നെ എന്ത് പറയണം എന്നുള്ള കൺഫ്യൂഷനിൽ കുറേ നേരം ഞങ്ങൾ ഇരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോന്ന് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് പറയാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ കിഴി പൊറാട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിൻഷാട്ടനും പറഞ്ഞു. പിന്നെ പാറു കിഴിനെ നമ്മുടെ ബിരിയാണിയിൽ കിഴി ബിരിയാണിയോ അങ്ങനെ എന്തോ അതും പറഞ്ഞു. പിന്നെ സുജിൽ നൂൽ പൊറോട്ട പറഞ്ഞു. പിന്നെ അൽഫാം പറഞ്ഞു. അങ്ങനെ ഒരുവിധം എല്ലാവിധ ഐറ്റംസും പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഷെയർ ഇട്ട് കഴിക്കാട്ടോ ചെയ്തത്. പിന്നെ പാറു ഇവരൊന്നും ബീഫ് കഴിക്കില്ല, അതുകൊണ്ട് ബീഫൊക്കെ ഞങ്ങളാട്ടോ കഴിച്ചതുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ബൂസില്ലാത്തതുകൊണ്ട് തേജു ഇതേ പച്ചവെള്ളം മാത്രം മതി പറഞ്ഞ് തല്ലൂടിയിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ പാറുവിൻ്റെ കുറച്ച് ബിരിയാണി കൊടുത്തപ്പോൾ അത് ഇഷ്ടമായി തോന്നുന്നു, അത് കഴിച്ചു. ബാക്കി വന്ന കുറച്ച് പൊറാട്ടയൊക്കെ ഇതേ പാറു പാഴ്സൽ കൊണ്ടുപോയിട്ടു. പിന്നെ ഇതേ വെള്ളം ഞാനും കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറേ നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമല്ല. ഇവരിതേ ഇവരുടെ ഷൂവിൻ്റെ കണക്കും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ബ്രാൻഡും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അതിനെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ പാറും ചിത്തുട്ടേട്ടനും പട്ടാമ്പി തന്നെ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അവരങ്ങോട്ടും പോയി ഞാനും ജിഷ്ണേട്ടനും സുജിലിയും നമ്മുടെ വിൻഷേട്ടനും ഞങ്ങൾക്ക് കൂടിയിട്ട് ഇതേ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. തേജുനാണെങ്കിൽ ജിഷ്ണേട്ടൻ്റെ സ്കൂട്ടി കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകാൻ നല്ല ഇഷ്ടമാട്ടോ. പിന്നെ ഒരു മത്സരമായിരുന്നു, ആദ്യം ആര് പോവും എന്ന് പറഞ്ഞിട്ട്. അതിനാണ് ഈ തേജു കിടന്ന് ഇങ്ങനെ കാണുന്നത്. അപ്പം ഞങ്ങളൊന്ന് തേജുവിനെ ഒന്ന് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം തേജുവിനെ കൂട്ടാണ്ട് ഞങ്ങൾ പോവാന്നും പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ജിഷ്ണേട്ടൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരം ഞങ്ങൾ മാറി നിന്നു കേട്ടോ കുറച്ച് നേരം. അങ്ങനെ പിന്നെ ചെന്ന് നോക്കുമ്പോൾ അതേ തേജ് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അവിൽ മിൽക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു മനമാറ്റം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ അതേ വേഗം വണ്ടിയിൽ കയറി വന്നു കേട്ടോ. അങ്ങനെ ഇത് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.